ഹലോ ഗൈസ്, ഞാനിവിടെ നല്ലൊരു മീൻ കറി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു അര സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി ആദ്യം വെക്കാം. പിന്നെ 2-3 പച്ചമുളക് അങ്ങനെ മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. പുളിങ്ങ തിരുമ്പി പാർന്നു, ഉപ്പിട്ടു, അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ കാണിക്കാൻ മറന്നു. വേണ്ട, നല്ല ഒരു മത്തിക്കറിയാണ് വെക്കുന്നത്. ഉണക്കമീൻ പുളിയൊക്കെ നമ്മൾ വെക്കൂല, അന്ന രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ് വെക്കുന്നത്. അടിപൊളിയാണ്. നമ്മൾ ദോശയിലേക്കാണ്, ചോറിലേക്കും പറ്റും, ദോശയിലേക്കും പറ്റും. അടിപൊളി മീൻ കറി. അതാ വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മീൻ ഇട്ട് കൊടുക്കണം. 2-4 മത്തിയുണ്ട്. അത് ഉടഞ്ഞ് വരാൻ കാത്തിക്കത്തിൽ നമുക്ക് കിട്ടുമെങ്കിൽ മത്തിയെണ്ണ നല്ല ചോക്കാനുള്ള മീൻ കറിയാണ്. അടിപൊളി ഉള്ളൊരു മീൻ കറി. ഈ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി കമൻറ്റും ലൈക്കും സപ്പോർട്ടും ഒക്കെ തരണം. ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂട്ടാനില്ല. ലേശം ഒരു അര സ്പൂണ് മുളക് പൊടി, തുള്ളി കറിയൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അര സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. തക്കാളി കൂട്ടാനില്ല. തക്കാളി കൂട്ടാന്ന് വെച്ചാൽ ഒരു തക്കാളി ഒരു കൂട്ട് തക്കാളി കൂട്ടിക്കണം. 2-4 പച്ചമുളക്. പിന്നെ ഇത്ര ഇതിക്ക് വേണ്ട പൊടികൾ വേറെ ഒന്നുമില്ല. നമ്മൾ പുളിഞ്ചാറൊക്കെ വെക്കും, മാന്തൾ പുളി, ഉണക്ക മത്തിപ്പുളി അങ്ങനെയൊക്കെ വെക്കുന്ന രീതിയിൽ കൂടെയാണ് ഞാൻ മത്തിപ്പുളി വെക്കുന്നത്. ലേശം പുളിങ്ങ, ഇത്ര ഉള്ള പുളിങ്ങ അതിലേക്ക് തിരുമ്പി പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. ഇനി അത് നല്ലോണം തിളച്ച് വെന്ത നമ്മളെ മത്തിക്കറി ഇവിടെ രസം ഉണ്ടാവും. ഇത് ഇന്ന് നോലുമ്പ് 15ആണ്. അതിലേക്കുള്ള അപ്പത്തിലേക്കുള്ള മീൻ കറിയാണ്. വെള്ളപ്പാണ് രാത്രി ചുടുന്നത്. വെള്ളപ്പമല്ല, ദോശ. അതിലേക്കുള്ള മീൻ കറിയാണ്. അപ്പോൾ ഇത്ര തിളക്കലെടുത്തിക്കണം. ഇത് ഉടയാതെ നമുക്ക് കിട്ടും ചെയ്യും. അതിൽ കൂടെ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഒരു വലിയ മീൻ കറി. അല്ല, നാടൻ മത്തിയാണ്. നമുക്ക് അതിൻ്റെ മണം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ചോറ് ഉണ്ടോ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുളിഞ്ചാറ് കൂട്ടി ചോറ് കഴിച്ചാൽ. തേങ്ങ അരക്കണമെങ്കിൽ അരക്കുക, അല്ലെങ്കിൽ വേണ്ട. തേങ്ങ അരക്കണില്ല, ഞാൻ തേങ്ങ അരക്കാതെയാണ് വെക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കമ്പനിയും ലൈക്കും ബെൽബട്ടനൊക്കെ അമർത്തിക്കൊള്ളും. പൊന്നാരുണ്ട് എണ്ണയിൽ ഇതേപോലെയാണ് വെക്കുക. ഓക്കെ, ഏകദേശം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ കറി. തൂമിക്കണില്ല, പച്ച വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് പാരാൻ പോണത്. പച്ച വെളിച്ചെണ്ണ അടിപൊളിയാണ്. പച്ച വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മൾ ഈ മീൻ കറി വെച്ചാൽ തൂമിക്കണില്ല. അപ്പോൾ അതായത് തുള്ളി പച്ച വെളിച്ചെണ്ണ പാരാൻ പോവുക. ഇപ്പോഴത്തെ തുള്ളി പച്ച വെളിച്ചെണ്ണ പാർന്നിട്ട് അടച്ച് വെച്ചാണല്ലോ. തുള്ളി പച്ച വെളിച്ചെണ്ണ മതി, അത്ര മതി. വെളിച്ചെണ്ണ തുള്ളിയേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ മണം അങ്ങനെ കേൾക്കുമ്പോഴല്ലോ നമുക്ക് നല്ല രസമാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുണ്ട് പതുക്കെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ അടിപൊളി മീൻ കറി ഉഷാറാവും. ഓക്കെ, നല്ല മീൻ കറിയാണ്. വെട്ടി തിളവളം മീനൊന്നും അടഞ്ഞിട്ടില്ല. തിളച്ച് ലെവലായി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചുക്കണം. അപ്പോൾ ഇത് കൂട്ടി ചോറ് കഴിക്കാനും നല്ല ഉഷാറാണ്. അപ്പങ്ങളൊക്കെ തിന്നാനും ഉഷാറാണ്. പൊറാട്ടയിലേക്ക് പറ്റും. അങ്ങനെ എല്ലാ ഇതിലേക്കും പറ്റും. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരമാണ് എടുക്കുള്ളൂ. അപ്പോൾ അത് വരെ ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ നല്ലോണം മത്തിക്കറി അതിൽ കടന്നിങ്ങനെ മയങ്ങുണ്ടല്ലോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്.